ജർമ്മൻ A1 ലെവൽ. അപ്പോൾ A1 ലെവലിലെ ആദ്യത്തെ ഗ്രാമറാണ് ജർമ്മൻ ആൽഫബറ്റ്സ് ആൻഡ് പ്രൊനൗൺസിയേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷിൽ 26 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ? പക്ഷേ ജർമ്മനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 30 ലെറ്റേഴ്സാണുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് 26 കൂടാതെ 4 സ്പെഷ്യൽ ആൽഫബറ്റ്സും കൂടെ നമ്മൾക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ താഴെ തന്നെ കാണാനായിട്ട് സാധിക്കും. കാരണം 26, അതായത് ഇസഡ് എന്ന് പറയുന്ന ലെറ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു 4 ലെറ്റേഴ്സും കൂടെ കാണാൻ പറ്റും. അതായത് എ മണ്ടയ്ക്ക് 2 കുത്ത് കാണും, യു മുകളിൽ 2 കുത്ത് കാണും, ഒ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ മുകളിൽ 2 കുത്ത് കാണും. അപ്പോൾ ഈ കുത്ത് എന്ന് പറയുന്നതിൻ്റെ അപ്പോൾ എയുടെ മുകളിൽ 2 കുത്ത് എന്നുള്ള രീതിയിൽ അപ്പോൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് ഉംലൗട്ട് എന്നാണ് അതിനെ വിളിക്കുന്നത്. എന്താണ് ഉംലൗട്ട്? അതായത് എയുടെ മുകളിലും യുവിൻ്റെ മുകളിലും ഒയുടെ മുകളിലും നിങ്ങൾക്ക് 2 ഡോട്ട് വീതം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെയാണ് ആ 2 ഡോട്ടുകളെ വിളിക്കുന്ന പേരാണ് ഉംലൗട്ട്. അതുകൂടാതെ നിങ്ങൾക്കൊരു ബേറ്റ എസ് എന്നുള്ള രീതിയിൽ ഒരു അവസാനത്തെ ലെറ്റേഴ്സായിട്ട് ഒരു ലെറ്ററായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 4 ലെറ്റേഴ്സാണ് അതിനകത്ത് സ്പെഷ്യൽ ലെറ്റേഴ്സായിട്ട് വരുന്നത്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഈ 4 ലെറ്റേഴ്സും കൂടെ നമ്മൾക്ക് പഠിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഒരു വേർഡുകൾ വായിക്കേണ്ടതെന്നുള്ളത് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇപ്പം ഔട്ടോ, അപ്പോൾ AUTO എന്നാണ് ഔട്ടോയുടെ സ്പെല്ലിംഗ്. അപ്പോൾ ഇതിനെ പ്രൊനൗൺസ് ചെയ്യണമെങ്കിൽ എയുടെ ഉച്ചാരണം അറിയണം, യുയുടെ പ്രൊനൗൺസിയേഷൻ അറിയണം, ടിയുടെ അറിയണം, ഒയുടെ അറിയണം. അപ്പോൾ ഈ 4 പ്രൊനൗൺസിയേഷനുകൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ജർമ്മനിൽ എങ്ങനെ ഒരു വേർഡ് വായിക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ വേറൊരു വേർഡ് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉംലൗട്ടുള്ള വേർഡ് എടുക്കുവാണെങ്കിൽ റുക്മെൽഡുങ് എന്ന് പറയുന്ന ഒരു വേർഡ്. റുക്മെൽഡുങ് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് എന്നാണ് മീനിങ്. അപ്പോൾ റുക്മെൽഡുങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വേർഡ് താഴെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. യുവിൻ്റെ മുകളിൽ ഒരു ഉംലൗട്ടുണ്ട് അല്ലേ, 2 ഡോട്ടുകളുണ്ട്. അപ്പോൾ ആ ഡോട്ടുകളെ വിളിക്കുന്ന പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഉംലൗട്ട് എന്നാണ്. അപ്പോൾ ആ ഉംലൗട്ട് വരുമ്പോൾ എങ്ങനെയാണ് ആ ലെറ്ററിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്, അത് സെൻറ്റൻസിലേക്ക് ഒരു വേർഡിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ വേർഡിനെ വായിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ ഗ്രാമറിനകത്ത് നമ്മൾ ഗ്രാമർ മീൻസ് ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും ആൽഫബറ്റ്സ്, ഈ 30 ആൽഫബറ്റ്സ് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ടുള്ള സിമ്പിളായിട്ടുള്ള വേർഡ്സുകളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.